ഓക്കെ, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മൊത്തം 25 പേരാണല്ലോ ഉള്ളത്. കുറച്ചും കൂടെ പേര് ജോയിൻ ചെയ്യാനുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, എൻ്റെ പേര് ഷെമീന. ഞാൻ നിങ്ങൾക്ക് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതിൻ്റെ തിയറി പേപ്പറാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് S4 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് സെഷൻ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. പിന്നെ എന്താണ്, നമുക്കിപ്പം അറിയാം S4 കുറേ കോർ സബ്ജക്ട്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് S3 പോലെയല്ല, കുറച്ചും കൂടി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലേക്ക് ഉള്ള കോർ സബ്ജക്ട്സ് നമുക്ക് S4 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ BTech സിലബസ് ഫുൾ S1 to S8 സിലബസിൽ നിങ്ങൾക്ക് കുറച്ച് സബ്ജക്ട്സ് കോറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും വർക്കിംഗ് ആണല്ലോ, അപ്പോൾ അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സബ്ജക്റ്റിന്. അതുപോലെ നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് കോഴ്സ് വൈവ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ സിലബസിൽ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റേ 2019 സ്കീമിൽ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞ S6 ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഒരു 5 സബ്ജക്ട്സ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കോംപ്രിഹെൻസീവ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. പിന്നെ വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2019 സ്കീമിൽ തിയറിയും ലാബും വേറെ വേറെ സെമസ്റ്ററിലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം DBMS തിയറിയും ലാബും ഒരേ സെമസ്റ്ററിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക്. തിയറി പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ലാബും കൂടി ഹാൻഡിൽ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ DBMS തിയറിയും ലാബും നിങ്ങൾക്ക് S4 ഉണ്ടാവും. DBMS തിയറി ഞാനാണ് എടുക്കുന്നത്. എൻ്റെ പേര് ഷെമീന. ഓക്കെ, ലാബ് ഹാൻഡിൽ ചെയ്യുന്നത് ജ്യോതി മിസ്സായിരിക്കും. മിസ്സിൻ്റെ ലാബ് സെഷനിൽ ലാബിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് ഉള്ളത് തിയറിയാണ്. അപ്പോൾ എല്ലാവരും ഏത് ഫീൽഡാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പയ്യെ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആണല്ലോ, നമുക്ക് സിലബസ് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്, എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ നോക്കേണ്ടത്. കൂടുതലും പറഞ്ഞാൽ കുറച്ച് തിയറി പോലെയാണ്, പക്ഷേ തിയറി ആണ് എന്നുണ്ടെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് പുതിയ ടേംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അതുപോലെ 4 മൊഡ്യൂൾസ് ആണല്ലോ നമുക്ക് എല്ലാ സബ്ജക്റ്റിലും 4 മൊഡ്യൂൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് കൂടുതലായിട്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. നമ്മൾ ചോദിക്കുമ്പം ഒരു ഓൺലൈൻ ക്ലാസ് ആണല്ലോ, കുറച്ചൊരു ഇൻട്രാക്റ്റീവ് ആയാൽ മാത്രമേ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ആരെങ്കിലും ഒക്കെ തന്നാൽ നമുക്ക് നല്ലതായിരിക്കും. കുറച്ചുകൂടെ ക്ലാസ് മുന്നോട്ട് പോകാൻ അത് എളുപ്പമായിരിക്കും. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാം. ഓക്കെ, സിലബസ് ആണ് ഷെയർ ചെയ്യണേ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണോ സിലബസ്? സെമസ്റ്റർ S4 ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ക്ലിയർ ആണോ? സ്ക്രീൻ ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് നിങ്ങൾക്ക് S4. ഫസ്റ്റ് സബ്ജക്റ്റ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ കോഡ് PC/CST 402 ആണ്. നമ്മുടെ ഫൈനൽ മാർക്ക് 40s അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് 4 ആണ് കേട്ടോ. 4 ആണ് ഇതിൻ്റെ ക്രെഡിറ്റ്. കോഴ്സ് ടൈപ്പ് തിയറി. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ദ ഫണ്ടമെന്റൽസ് ഓഫ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം as well as the principles and applications of NoSQL databases. അപ്പോൾ നമ്മൾ SQL ഡേറ്റാബേസസും NoSQL ഡേറ്റാബേസിൻ്റെയും ഒരു ബേസിക് കോൺസെപ്റ്റ്, അതിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു കോഴ്സ്, ഈ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ള കോഴ്സ് വഴി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റിലേഷണൽ മോഡലും അത് നമുക്ക് ഇങ്ങനെ ആദ്യമേ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആരെങ്കിലും മനസ്സിലാവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡൽസ് ഉണ്ട് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ. അതിനകത്ത് റിലേഷണൽ മോഡലും NoSQL ഡേറ്റാബേസസും ആണ് നമ്മൾ ഈ ഒരു തിയറിയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാബും കൂടി ചെയ്യുമ്പോൾ നമ്മൾ ഏബിൾ ആവുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സിലബസ് ആക്ച്വലി 4 മൊഡ്യൂൾസ് ആണല്ലോ ഉള്ളത്.
4 മൊഡ്യൂൾസ് ആണ് എല്ലാ സബ്ജക്ട്സിനും ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റാബേസസ് ആണ്. നിങ്ങൾക്ക് ആ സിലബസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റാബേസസ് ഉണ്ട്. അതുപോലെ തന്നെ ഡാറ്റാബേസിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസിൽ ആദ്യത്തെ മോഡൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ER മോഡൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ കുറച്ച് ലെങ്തി ആണ്. നമുക്ക് ഇൻട്രൊഡക്ഷൻ തന്നിട്ട് വേണമല്ലോ നമുക്ക് ആ മോഡൽസ് ഡാറ്റാബേസിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റാബേസസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ആർക്കിടെക്ചേഴ്സും ബേസിക് കോൺസെപ്റ്റ്സ് അതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ തരും. സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ ഫസ്റ്റ് ഡാറ്റ മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ER മോഡൽ, അതിൻ്റെ ഒരു കമ്പനി ഡാറ്റാബേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ അടുത്ത ഡാറ്റ മോഡൽ, അതായത് റിലേഷണൽ ഡാറ്റ മോഡലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്, SQL ലാംഗ്വേജ് എന്ന് പറയും. SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളിലാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലാബിൽ അതിൻ്റെ ലാബ് സെഷൻ നോക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ER മോഡൽ ജസ്റ്റ് ഒരു ഡയഗ്രം വരയ്ക്കാനുള്ളതും സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു റിലേഷണൽ മോഡലിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഗ്വേജ് SQL കൂടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പാരലലി ലാബിൽ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ കൂടുതൽ ലാബിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. SQL ആണ് നമ്മൾ ലാബിൽ ചെയ്യുന്നത്. ലാബിൽ നമ്മൾ റിലേഷണൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാനും അതിനെ ആക്സസ് ചെയ്യാനും അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആണ് നമ്മൾ ലാബിൽ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ NoSQL ഉണ്ട്, അത് വഴിയേ പറയാം. തേർഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് ഡിസൈൻ ആണ്. അപ്പോൾ ഫസ്റ്റ് രണ്ട് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസും പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് മൊഡ്യൂളിൽ അതിൻ്റെ ഒരു ഡാറ്റാബേസ് നമുക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ നോർമലൈസേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻസ്, എന്താണ് നോർമലൈസേഷൻ എന്നൊക്കെ ഉള്ളത് ഓരോ മൊഡ്യൂൾസ് എത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പിന്നെ ഫോർത്ത് മൊഡ്യൂളിലാണ് മോഡേൺ കോൺസെപ്റ്റ്, അതായത് NoSQL കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിനകത്ത് നമ്മൾ കസാൻഡ്ര, MongoDB എന്ന് പറഞ്ഞ പല ഡാറ്റാബേസസ് ഫെമിലറൈസേഷനും അതിൻ്റെ കറസ്പോണ്ടിങ് ലാബും നമ്മൾ ലാബ് സെഷനിൽ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, ഇത്രയാണ് സിലബസ് ഒരു ഓവറോൾ വ്യൂ. അപ്പോൾ നിങ്ങൾ ഈ സിലബസ് ആദ്യമേ തന്നെ ഏത് സബ്ജക്റ്റ് കിട്ടിയാലും, നമ്മളിപ്പോൾ ഒരു BTech സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഏത് സബ്ജക്റ്റ് കിട്ടിയാലും അതിൻ്റെ കോഴ്സ് ഒബ്ജക്റ്റീവ്സും അതിൻ്റെ കോഡും അതുപോലെ തന്നെ അതിൻ്റെ സിലബസ് നമ്മൾ ഒന്നോ രണ്ടോ വട്ടം നമ്മൾ വായിച്ചു നോക്കുക, ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഈ DBMSനെ സംബന്ധിച്ച് നമ്മൾ ആ സിലബസ് നമ്മളൊന്ന് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ അത് 1-2 വട്ടം വായിച്ചു നോക്കുക, എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടന്റ് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്നുള്ളതും. ആക്ച്വലി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നും എടുക്കുന്നില്ല എങ്കിലും ഓരോ സബ്ജക്റ്റിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് അത് ഏത് ഓതർ ആണെന്നുള്ളത് ജസ്റ്റ് ആ പേരെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ അതിൻ്റെ ഇവാലുവേഷൻ മാർക്ക് സാധാരണ പോലെ തന്നെയാണ്. ടോട്ടൽ മാർക്ക് 40 ആണ്. 2 ഇന്റേണൽ ടെസ്റ്റ് ഉണ്ടാവും, ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ മൈക്രോ പ്രോജക്റ്റ് ഉണ്ടാവും, പിന്നെ അറ്റൻഡൻസിന് 5 മാർക്ക്. ഇതിനകത്ത് അസൈൻമെന്റ് ഒരു മൈക്രോ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് അത് വേണമെങ്കിൽ ഒരു മൈക്രോ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാം. ഒരു ഡാറ്റാബേസ് കണക്ഷൻ ഉള്ള ഒരു മൈക്രോ പ്രോജക്റ്റ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയ സിലബസിലാണ് നമുക്ക് ഇങ്ങനെ ഒരു മൈക്രോ പ്രോജക്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അസൈൻമെന്റിന്റെ കൂടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2019 സ്കീമിൽ നമുക്ക് അസൈൻമെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മൈക്രോ പ്രോജക്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല മാർക്ക് ഇടുന്നതിൽ. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം വേണം എന്നുണ്ടെങ്കിൽ ഒരു മൈക്രോ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുക, മീൻസ് ഒരു ഡാറ്റാബേസ് കണക്ടിവിറ്റി ഉള്ള ഒരു വെബ് ആപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്യുക, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് അസൈൻമെന്റിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോർമാറ്റ് ആണ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയതാണല്ലോ. ടോട്ടൽ മാർക്ക് 60 ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഉണ്ടാവും, അതിന്റെ ഫോർമാറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഏതാന്നുള്ളത്, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഫണ്ടമെന്റൽസ് ഓഫ് ഡാറ്റാബേസ് സിസ്റ്റം. അപ്പോൾ ഫസ്റ്റ് 4 മൊഡ്യൂൾസിനും സെയിം ടെക്സ്റ്റ് തന്നെയാണ് എൽമസ്രി നവാത്തയുടെ ടെക്സ്റ്റ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നവാത്തയുടെ ടെക്സ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ 4th മൊഡ്യൂൾ ട്രാൻസാക്ഷൻസ് വരെയുള്ള ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ NoSQLന്റെ ആണ് നമ്മൾ ഡാൻ മാക്രിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ എൽമസ്രി നവാത്തയുടെ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വായിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അതിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു PPT അല്ലെങ്കിൽ ഒരു PDF ഷെയർ ചെയ്യുന്നത് നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ഈ സെയിം സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ്. സെയിം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയുള്ള കണ്ടന്റ് തന്നെയാണ് കേട്ടോ. എൽമസ്രി നവാത്തയുടെ ടെക്സ്റ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്.
പിന്നെ അതുകൂടാതെ ഹെൻറി എഫ് കോർത്തിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്, ഡാറ്റാബേസ് സിസ്റ്റം കോൺസെപ്റ്റ്. അപ്പോൾ മെയിൻലി 2 ടെക്സ്റ്റാണ് നമ്മുടെ ഡാറ്റാബേസിന് കൂടുതലും എന്താണ് കോമൺ ആയിട്ടുള്ളത്. ഒന്ന് നവാത്തയുടെ ടെക്സ്റ്റും ഒന്ന് ഹെൻറി എഫ് കോർത്തിൻ്റെ ടെക്സ്റ്റും. ഈ 2 ടെക്സ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും ഡാറ്റാബേസ് സിസ്റ്റം എല്ലായിടത്തും ഫോളോ ചെയ്യുന്ന 2 ടെക്സ്റ്റ് ബുക്കാണ് അത്. പിന്നെ ബാക്കിയുള്ള മൊഡ്യൂൾസിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, NPTEL കോഴ്സസ് ഒക്കെ ചെയ്യാൻ പറ്റും. സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ NPTEL കോഴ്സസ് DBMS നമുക്ക് NPTEL കോഴ്സ് എന്താണെന്ന് അറിയാലോ. അപ്പം കുറച്ചും കൂടി എന്താണ് ഈ ഈ ഒരു ഡാറ്റാബേസ് കുറച്ചൊരു പോർഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് NPTEL രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോഴ്സസും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം കൂടുതലും NPTEL കോഴ്സസ് ഒക്കെ ചെയ്യുന്നത് പൈത്തൺ, ഡാറ്റാബേസ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈ സബ്ജക്ട്സിനൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ NPTEL കോഴ്സ് എടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഇൻട്രൊഡക്ഷൻ. സിലബസ് ഒന്നും കൂടി നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷനും പിന്നെ ഡാറ്റ മോഡലിംഗ്, കോൺസെപ്ച്വൽ ഡാറ്റ മോഡലിംഗ് ആൻഡ് ഡാറ്റാബേസ് ഡിസൈൻ, ഇത് രണ്ടുമാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, ഇനി മെയിൻലി നമുക്ക് ഈ ഡാറ്റാബേസ് സിസ്റ്റം എന്നുള്ള ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള സബ്ജക്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിയറി ബേസ്ഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ടേംസ് നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കണം. കുറേ ടേംസ് ഇതിനകത്ത് വരും. DBMSൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ ടേംസ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറേ പുതിയ ടേംസ് നിങ്ങളിപ്പോൾ അത് ഓൾറെഡി കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ അത് ഡാറ്റാബേസ് സിസ്റ്റം കോൺസെപ്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതെങ്ങനെ ടേംസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തിയറി ബേസ്ഡ് ആണ്. അപ്പോൾ ഓരോ ദിവസം എടുക്കുന്ന സെഷൻ അന്നന്ന് തന്നെ വായിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. കാരണം ഇത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2019 സ്കീമിൽ നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഡാറ്റാബേസ് ഡിസൈൻ ആണ്. പക്ഷെ 19 സ്കീമിൽ നമുക്കൊരു ഫിസിക്കൽ ഡാറ്റ ഓർഗനൈസേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടോപ്പിക്കും കൂടി ഉണ്ടായിരുന്നു, ഒരു എക്സ്ട്രാ ടോപ്പിക്. അപ്പോൾ അത് ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. നമ്മൾ ഈ B-ട്രീ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ പഠിച്ചിട്ടുള്ള അതിൻ്റെ കുറച്ച് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള B-ട്രീ, B+ട്രീ എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ടോപ്പിക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് പുതിയ സിലബസിൽ അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന് പകരമാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലെ NoSQL കോൺസെപ്റ്റ് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നതിനകത്ത് എന്ത് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. സ്ക്രീൻ കിട്ടല്ല, കാണണ്ടോ? ഇപ്പൊ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു വ്യത്യാസം നമ്മുടെ 19 സ്കീമും 24 സ്കീമും നമ്മൾ ഡിഫറൻസ് ഉണ്ട്. ഫിസിക്കൽ ഡാറ്റ, ഫിസിക്കൽ മോഡൽ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡൽസ് ഉണ്ടെന്ന് പറഞ്ഞു. കൺഫ്യൂഷൻ ആവണ്ട, ഡാറ്റാബേസിൽ കുറെ മോഡൽസ് ഉണ്ട്. അതിനകത്ത് ഒരു മോഡൽ നമ്മൾ ഇതിനകത്ത് ഈ ഒരു 24 സ്കീം സിലബസിൽ നമ്മൾ പഠിക്കണില്ല. അപ്പൊ അത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. അതെന്താണ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് പകരമാണ് നമുക്ക് ഫോർത്ത് മൊഡ്യൂളിലെ NoSQL കോൺസെപ്റ്റിൽ കുറച്ചും കൂടി അഡീഷണൽ ടോപ്പിക്സ് കയറി വന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് വാസ്റ്റ് ആണ്. പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറേ പറയില്ല, തിയറി ബേസ്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ER ഡയഗ്രാം വരയ്ക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ SQL വരുമ്പോഴാണ് നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള സിൻടാക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് ലാബും കൂടി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സെക്കൻഡ് മൊഡ്യൂൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് സിലബസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു തിയറിയുടെ ഒപ്പം തന്നെ നമുക്ക് ലാബും ചെയ്യാൻ പറ്റില്ല. കാരണം ലാബിൽ ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലാബ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ലാബിന്റെ മിസ് സെക്കൻഡ് മൊഡ്യൂളിലുള്ള SQL അതിന്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യും. അപ്പം ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ സെക്കൻഡ് മൊഡ്യൂളിൽ SQL സിൻടാക്സും കാര്യങ്ങളിലേക്കും കയറുള്ളൂ. അപ്പോൾ ഇതിനകത്തും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ലാബിന്റെ വഴിക്ക് മിസ് ഹാൻഡിൽ ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കയറിയാലോ. നമുക്ക് സമയം കളയാനൊന്നുമില്ല. ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് നമുക്ക് നോക്കാം.
ഓക്കെ. ഷെയർ ചെയ്യണത് കറക്റ്റ് ആയിട്ടല്ല കിട്ടണത്. കിട്ടണില്ല. ഇല്ല. ഇതാണോ കുഴപ്പം വന്നത്? ഇപ്പൊ PPT ഷെയർ ചെയ്തപ്പോഴാണോ കുഴപ്പം വന്നത്? അല്ല, ടോട്ടലി ആ കണ്ടന്റ് ഷെയർ ആവണത് ക്ലിയർ അല്ല. ക്ലിയർ അല്ല, ആംഗിൾ ശരിയല്ല. മീൻസ് എന്തോ പോർട്രേറ്റിലാണോ ലാൻഡ്സ്കേപ്പിലാണോ എന്ന് അറിയില്ല. ഒരു പകുതി പോർഷനേ കാണുന്നുള്ളൂ. ആണോ? ഇപ്പോഴോ? ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പോഴും അങ്ങനെ തന്നെ. റൊട്ടേഷൻ ഒന്ന് ഓൺ ചെയ്ത് ഫോണൊന്ന് ടിൽറ്റ്. ഫോൺ ഞാനത് ലാൻഡ്സ്കേപ്പിൽ ഇട്ടു, പക്ഷെ അത് ആവണില്ല. അല്ല, ഫോണൊന്ന് ടിൽറ്റ് ചെയ്ത് നോക്കും. ടിൽറ്റ് ചെയ്ത് നോക്കും. ടിൽറ്റ് ചെയ്ത്, പക്ഷെ ഇത് പൊസിഷൻ മാറണില്ല. നേരത്തെ ഞാൻ മിസ്സിനോട് പറഞ്ഞപ്പോ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു മാറ്റിയപ്പോ ശരിയായിരുന്നു. ആണോ? ഇപ്പോഴായിട്ടില്ല. ഷെയറിങ് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കും. ഓക്കെ, ഷെയറിങ് ഓഫായി. ഓക്കെ ആയോ? ഓക്കെ മിസ്. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, അത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് സമയം കളയണ്ടല്ലോ. ഓ, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ സിലബസ്: ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റാബേസസ്, ഡേറ്റാബേസ് സിസ്റ്റം കോൺസെപ്റ്റ്സ് ആൻഡ് ആർക്കിടെക്ചർ, ഡേറ്റ മോഡൽസ്, സ്കീമാസ് ആൻഡ് ഇൻസ്റ്റൻസസ്, 3 സ്കീമ ആർക്കിടെക്ചർ, ഡേറ്റ ഇൻഡിപെൻഡൻസ്, ഡേറ്റാബേസ് ലാംഗ്വേജസ് ആൻഡ് ഇന്റർഫേസസ്, സെൻട്രലൈസ്ഡ് ആൻഡ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ഫോർ DBMS. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് 2 പാർട്ടാണ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റാബേസസും, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഡേറ്റ മോഡൽ, കോൺസെപ്ച്വൽ ഡേറ്റ മോഡൽ യൂസിങ് ER ഡയഗ്രം ആണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ സിലബസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് വാസ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് നമ്മുടെ സിലബസിലേക്ക് കടക്കാം. എന്താണ് ഡേറ്റ, എന്താണ് ഡേറ്റാബേസ്, എന്താണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം, ഡേറ്റ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് കാണും, എന്താണ് ഡേറ്റ, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഈ ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? നോൺ ഫാക്ട്സ് ദാറ്റ് ക്യാൻ ബി റെക്കോർഡഡ് ആൻഡ് ഹാവ് ഇംപ്ലിസിറ്റ് മീനിങ്. അപ്പോൾ നമുക്ക് ഏതൊരു എന്താണ് സിറ്റുവേഷൻ എടുത്താലും അതിനകത്ത് കുറച്ച് ഡേറ്റാസ് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ഡേറ്റ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ പറ്റി കൺസിഡർ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് എന്താ? ഒരു ഡേറ്റയാണ്. സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ എന്ന് പറയുന്നത് ഒരു ഡേറ്റയാണ്. അല്ലെങ്കിൽ അയാളുടെ ഫോൺ നമ്പർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതുപോലത്തെ കുറച്ച് ഡേറ്റകളാണ്. അപ്പോൾ അതിനെല്ലാം ഓരോ ഇംപ്ലിസിറ്റ് മീനിങ് ഉള്ള സംഭവങ്ങളാണ് ഡേറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇംപ്ലിസിറ്റ് മീനിങ്ങിലുള്ള കുറേ ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായി? ഡേറ്റ ബേസായി. അപ്പോൾ ഒരു സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിന്റെ കുറേ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കുറേ ഡേറ്റാസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? ഡേറ്റ ബേസ് ആയി നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കോളേജ് ഒരു സ്റ്റുഡൻറ് ഡേറ്റാബേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റുഡൻറ് ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ എന്താണ്? റോൾ നമ്പർ 1, അയാളുടെ പേര്, അയാളുടെ അഡ്രസ്സ്, അയാളുടെ ഫോൺ നമ്പർ. അപ്പോൾ അതൊരു സിംഗിൾ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റാസായി. അപ്പോൾ ഈ ഡേറ്റകൾ, അതായത് റോൾ നമ്പർ 1, അയാളുടെ പേരെന്ന് പറയുന്നത് അനു എന്നാണെങ്കിൽ അനു, അതിൻ്റെ ഫോൺ നമ്പർ നമ്മളൊരു നമ്പർ ആഡ് ചെയ്തു, പിന്നെ അതിൻ്റെ അഡ്രസ്സ് കൊടുത്തു. ഇതെല്ലാം കൂടുമ്പോൾ എന്താണ്? അതിനൊരു ഇംപ്ലിസിറ്റ് മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആയി അവിടെ. അപ്പോൾ അങ്ങനത്തെ കുറേ ഡേറ്റകൾ കളക്ട് ചെയ്ത് വെക്കുമ്പം അതെന്തായി? ഒരു സ്റ്റുഡൻറ് ഡേറ്റാബേസ് ആയി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡേറ്റ ആൻഡ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ടു ആക്സസ് ദോസ് ഡേറ്റ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് ഒരു ഡേറ്റാബേസ് ആക്കി, അതൊരു സ്റ്റോർഡ് ഡേറ്റയാക്കി വെച്ചു. നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആ ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ആക്സസ് ചെയ്യാനുള്ള കുറെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഡേറ്റ എങ്ങനെ ഇന്റർ റിലേറ്റഡ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു അതിനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയറിനെയാണ് നമുക്ക് എന്ത് പറയാനാ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ദിസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ്, കൺസ്ട്രക്ടിങ്, മാനിപ്പുലേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് ഡാറ്റാബേസ്. അതാണ് അതിൻ്റെ ഒരു ജനറൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാബേസിനെ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. അതായത് ആ ഡാറ്റാബേസ് സ്റ്റുഡൻ്റ് എന്നുള്ള ഡാറ്റാബേസിൽ എന്തൊക്കെ ഡേറ്റ നമുക്ക് വേണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അതുപോലെ തന്നെ അതിനെ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഡേറ്റ പോപ്പുലേറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റുഡൻ്റ് എന്നുള്ളൊരു ഡാറ്റാബേസ് എടുത്താൽ അതിനകത്ത് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, സ്റ്റുഡൻറ്റിൻ്റെ ഫോൺ നമ്പർ, ഇമെയിൽ ID, അഡ്രസ്, പേര്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടതെന്ന് ഫസ്റ്റ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം വെച്ചിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ദെൻ അതിനകത്തേക്ക് നമ്മുടെ ക്ലാസ്സിൽ 61 സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം ഡേറ്റ പോപ്പുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്? കൺസ്ട്രക്ട് ചെയ്യാന്നുള്ള മീനിങ്. ഓക്കെ. ദെൻ മാനിപ്പുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തു, സ്റ്റുഡൻറ്റിന്റെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, അതിനകത്തേക്ക് 61 സ്റ്റുഡൻസിന്റെ ഡാറ്റ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചു. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കിട്ടണം, മാനിപ്പുലേറ്റ് ചെയ്യണം. ചിലപ്പോൾ ഡേറ്റ റിട്രീവ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ഡേറ്റ ഡിലീറ്റ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ഉള്ള ഡേറ്റ അപ്ഡേഷൻസ് ആയിരിക്കാം. അപ്പോൾ അതെല്ലാം മാനിപ്പുലേറ്റിംഗ് എന്നുള്ള ഒരു ടേമിൽ വന്നു. ആൻഡ് ഡേറ്റ ഷെയറിങ്, ഡാറ്റാബേസിലുള്ള ഡേറ്റയെ നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസിൽ ഷെയർ ചെയ്യുക. ഇതെല്ലാം ചെയ്യാനുള്ള ഒരു ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് നമ്മുടെ എന്ത്? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കുള്ള ഡേറ്റ, നമുക്കിപ്പോൾ ഏതൊരു എൻവയോൺമെന്റ് എടുത്താലും അതിനകത്തുള്ള ഡേറ്റനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യുക, പിന്നെ അതിനെ ആക്സസ് ചെയ്യാനുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞതിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. സോ ദ പ്രൈമറി ഗോൾ ഓഫ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? It is a way to store and retrieve database information that is both convenient and efficient. അതായത് നമ്മൾ വെറുതെ ഒരു ഡാറ്റാബേസ് കുറെ സ്റ്റുഡൻറ്റിന്റെ ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അതിനെ സ്റ്റോർ ചെയ്യണം, എഫിഷ്യൻ്റ്ലി അതിനെ സ്റ്റോർ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഇൻഫർമേഷൻ നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന്റെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, S4 സ്റ്റുഡൻസിന്റെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുകയും ചെയ്തു. അതിനകത്ത് 61 പിള്ളേരുടെ ഡേറ്റകൾ നമ്മളെല്ലാം കളക്ട് ചെയ്തു. ഒരു സീരീസ് എക്സാമിന്റെ മാർക്കാണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ റോൾ നമ്പർ 1, അയാളുടെ പേര്, അയാളുടെ എല്ലാത്തിൻ്റെ മാർക്ക്, അതിന്റെ ടോട്ടൽ മാർക്ക് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചു. അത് നമ്മൾ വെറുതെ കളക്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം? അതിനെ പ്രോസസ്സ് ചെയ്യണം, അല്ലെങ്കിൽ തന്നെ എന്താണ്? അതിൽ നിന്ന് ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യാനും പറ്റണം. അപ്പോൾ ഇതിനകത്ത് ഒരു ആവറേജ് നമുക്കൊരു ക്വറി വരുവാണ്. നമ്മുടെ ഈ 61 സ്റ്റുഡൻസിലും ഒരു ഫസ്റ്റ് സീരീസിന് ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ 300 ഉള്ള എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അപ്പോൾ അത് റിട്രീവ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് എല്ലാം നമുക്ക് ആ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു എഫിഷ്യന്റ് ആൻഡ് കൺവീനിയന്റ് മെത്തേഡിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനും ആ ഡേറ്റ സ്റ്റോർ ചെയ്തിരുന്ന ഡേറ്റയിൽ നിന്ന് ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യാനുമുള്ള സംഭവം, അല്ലെങ്കിൽ അതായിരിക്കണം ഒരു DBMSന്റെ പ്രൈമറി ഗോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യുക, അതിനെ ജസ്റ്റ് സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, അതിൽ നിന്ന് നമുക്ക് ഡേറ്റ എന്ത് ചെയ്യണം? മാനിപ്പുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പറ്റണം. ഓക്കെ. ഇനി ഇതിനകത്ത് പറയണത് ബേസിക്കലി എന്താണ് ഡാറ്റാബേസ് എന്നതിന്റെ മെയിൻ ഗോൾ, അല്ലെങ്കിൽ നമുക്കത് എന്തിനാണ് ഡാറ്റാബേസ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണതെന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കോളേജ് ഡാറ്റാബേസ് എടുത്തു, അതൊരു ചെറിയൊരു ഡാറ്റാബേസ് എന്ന് പറയാൻ പറ്റും. നമുക്കൊരു കോളേജ് എടുത്താൽ അതിനകത്തുള്ള എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അതിന്റെ ചെറിയൊരു ഡാറ്റാബേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഡാറ്റാബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പലതരം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് കുറെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഓക്കെ. അപ്പൊ അതിനകത്തെല്ലാം നമുക്ക് കുറേ ഡേറ്റകളാണ് നമ്മൾ പല തരത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്യണത് ആണല്ലോ. സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻസിലൊക്കെ ടെക്സ്റ്റ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഇമേജസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ഓഡിയോസ് ഉണ്ട്. ഇതെല്ലാം എന്ത് തന്നെയാണ്? ഡേറ്റകൾ തന്നെയാണ്. ഓക്കെ. അല്ലാതെ വെറുതെ സ്റ്റുഡന്റ് എന്നുള്ള കോൺസെപ്റ്റിൽ അതിന്റെ ഡീറ്റെയിൽസ് മാത്രമല്ല, നമ്മളൊരു ഡേറ്റാബേസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എന്ത് തരം ഡേറ്റ ആണെന്നുണ്ടെങ്കിലും അതിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ആമസോൺ എടുത്താലും ഫ്ലിപ്കാർട്ട് എടുത്താലും അല്ലെങ്കിൽ ഒരു ബാങ്കിങ് ഡേറ്റാബേസ് എടുത്താലും അതിനൊക്കെ ഒരു ലാർജ് ഡേറ്റാബേസ് ആണ് അതിന്റെ ബാക്ക് എൻഡിൽ ഉള്ളത്. അപ്പൊ അതിന് എഫിഷ്യന്റ് ആൻഡ് കൺവീനിയന്റ് മെത്തേഡിൽ നമുക്ക് അത് ആക്സസ് ചെയ്താൽ മാത്രമാണ് അതൊരു ഗുഡ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് മാനേജ്മെന്റ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്
ഇൻഫർമേഷൻ സ്റ്റോറേജും ഉണ്ട്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള മെക്കാനിസംസും ഈ ഡേറ്റാബേസ് മാനേജ്മെന്റ് എന്നുള്ള കീവേഡിൽ വരണം. ഓക്കെ, അതുപോലെ തന്നെ അതെന്തായിരിക്കണം, നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ സേഫ് ആയിരിക്കും വേണം. വെറുതെ ഡേറ്റ സ്റ്റോർ ചെയ്താൽ പോരാ, ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന സേഫ് ആയിട്ട് വേണം. അത് ഏതൊക്കെ യൂസേഴ്സിന് ഏതൊക്കെ ഡേറ്റ ഷെയർ ചെയ്യാവോ അത് മാത്രമാണ് നമുക്ക് ആ ഡേറ്റാബേസിൽ നിന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ബാങ്കിങ് ഡേറ്റാബേസ് എടുക്കുക. ബാങ്കിങ് ഡേറ്റാബേസ് എടുക്കുമ്പോൾ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, എന്താണ്, നമ്പർ ഓഫ് കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ബാങ്കിങ് ഡേറ്റാബേസിൽ. കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും അവരുടെ ട്രാൻസാക്ഷൻസ് എല്ലാം അതിന്റെ ബാങ്കിങ് ഡേറ്റാബേസിൽ ഒരു എഫിഷ്യന്റ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മളത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗുഡ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ എന്താണ്, സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണം. അത് ഏതൊക്കെ ഡേറ്റ ഏതൊക്കെ കസ്റ്റമേഴ്സിനാണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ വേണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ ബാങ്കിങ് ഡേറ്റാബേസ് സിസ്റ്റം എടുത്താൽ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താണ് സ്റ്റാഫ് ഉണ്ട്. അതായത് നമ്മളിപ്പം അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റാഫ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്ലർക്ക് ഉണ്ടാവും, മാനേജർ ഉണ്ടാവും, അതുപോലെ ഓരോ ലെവൽസ് ഓഫ് യൂസേഴ്സ് ആണ് ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ ആ ഒരു ഡേറ്റാബേസിലുള്ള ഫുൾ ഡേറ്റ ഈ പറഞ്ഞ എല്ലാ സ്റ്റാഫിനും അവൈലബിൾ അല്ല. അതിനകത്ത് ഓരോ സെക്ഷൻ ഡേറ്റകളാണ് ഓരോരുത്തർക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റാഫ് എന്നുള്ളൊരു പേഴ്സണൽ നമ്മൾ ബാങ്കിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഉണ്ടാവും. അവരെന്താ ചെയ്യുന്നത്, അക്കൗണ്ട് ഓപ്പണിംഗ് എന്നുള്ള മെത്തേഡ്, ആ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് മാത്രമാണ് അവർ ചെയ്യുന്നുള്ളൂ. ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഉണ്ടാവും, അത് ഫില്ല് ചെയ്ത് കിട്ടുമ്പോൾ അവർ അവരുടെ ഡേറ്റാബേസിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് പോകുന്നു. ആ ഒരു സ്റ്റാഫിന് ബാക്കി അക്കൗണ്ട്സിന്റെ കാര്യങ്ങളോ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പം ആ രീതിയിൽ ഡേറ്റ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെക്കാനുള്ള ഒരു സിസ്റ്റം ഏത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനും ഉണ്ടാവണം. അപ്പം അതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ഇനി അപ്പം ഇത്രയൊക്കെയാണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ ചെറിയൊരു ഐഡിയ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് ബേസിക്കലി പറയുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഡേറ്റാബേസും ഒരു കോളേജ് ഡേറ്റാബേസ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് അതിൽ കൂടുതൽ ഡേറ്റാബേസ് എന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോംസിലും ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഒരു ബാക്ക് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഏത് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് അറിയാം, നമുക്കറിയാം ഫ്ലിപ്കാർട്ട്, ആമസോൺ, അങ്ങനെ ഏത് ഇതെടുത്താലും അതിനകത്തൊരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് എഫിഷ്യൻ്റ്ലി നമ്മൾ എന്താണ് പല തരത്തിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ ബാങ്കിങ് സിസ്റ്റം ഉണ്ട്, എയർലൈൻ റിസർവേഷൻ സിസ്റ്റം ഉണ്ട്, ടിക്കറ്റ് റിസർവേഷൻ സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം എക്സാമ്പിൾസ് ഫോർ ഡേറ്റാബേസ് സിസ്റ്റം ആണ്. അപ്പോൾ അതിനെ എഫിഷ്യൻ്റ്ലി ആക്സസ് ചെയ്യാനുള്ള ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒറാക്കിൾ, SQL പ്ലസ്. അതൊക്കെ ഈ റിലേഷണൽ മോഡൽസ്, അതായത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഓരോ മോഡൽസിലും ഓരോരോ സോഫ്റ്റ്വെയർസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആണ് ഒറാക്കിളൊക്കെ. അപ്പോൾ നമ്മൾ ലാബിൽ ചെയ്യുന്നത് SQL പ്ലസ്സിലാണ്. SQL പ്ലസ് യൂസ് ചെയ്തിട്ട് ഡേറ്റ ടേബിൾസ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റേനെ പ്രോസസ്സ് ചെയ്യാനുള്ള സിൻടാക്സും കാര്യങ്ങളാണ് നമ്മൾ ലാബിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എന്താണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളത്. അത് പയ്യെ ഓരോ ഈ തിയറീസ് ഒക്കെ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഈ നിങ്ങൾ സ്ലൈഡിൽ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, they are designed to manage large bodies of information and also it involve both storage of information and mechanism for manipulation. അതുപോലെ തന്നെ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് അനോമലസ് റിസൾട്ട് കിട്ടാതെ ഡേറ്റ ഷെയർ ചെയ്യുമ്പം അനോമലസ് റിസൾട്ട് കിട്ടാതെ പ്രിവെന്റ് ചെയ്യണം. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇനി ഓരോരോ സെഷനിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഡേറ്റാബേസിന്റെ ഇംപ്ലിസിറ്റ് പ്രോപ്പർട്ടീസ് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മിനി വേൾഡ് കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മളിപ്പം നമ്മളൊരു ഡേറ്റാബേസ്, കോളേജ് ഡേറ്റാബേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് യൂണിവേഴ്സിലുള്ള കംപ്ലീറ്റ് കോളേജിന്റെ ഡേറ്റാബേസ് അല്ല. നമ്മൾ ഏത് വേൾഡ് ആണോ നമ്മൾ റെഫർ ചെയ്യുന്നത് ആ ഒരു വേൾഡിലുള്ള ഡേറ്റയാണ് നമ്മൾ ആ ഡേറ്റാബേസിൽ കാണിക്കുന്നത് ആണല്ലോ. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ കോളേജിന്റെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞാൽ ആ മിനി വേൾഡിലുള്ള ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതാണ് യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡേറ്റാബേസ് ഇസ് എ ലോജിക്കലി കൊഹറന്റ് കളക്ഷൻ ഓഫ് ഡേറ്റ വിത്ത് സം ഇൻഹറന്റ് മീനിങ്. അതായത് നമ്മൾ ആ ഒരു ഡേറ്റാബേസിലേക്കുള്ള ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിനെല്ലാം എന്താണ്, ഒരു ഇൻഹറന്റ് മീനിങ് ഉണ്ടാവണം. വെറുതെ ഡേറ്റാസ് കളക്ട് ചെയ്ത് വെക്കുകയല്ല, ഒരു മീനിങ് ഫുൾ ഡേറ്റ ആയിരിക്കും നമ്മൾ ഡേറ്റാബേസിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ,
ഇനി ഇപ്പൊ പറഞ്ഞു ഇതാണ് ഇതിന്റെ ജനറൽ ഡെഫിനിഷൻ. വാട്ട് ഈസ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞത് ഇതിന്റെ ജനറൽ ഡെഫിനിഷൻ ആണ്. ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രോസസ് ഓഫ് ഡിഫൈനിങ്, കൺസ്ട്രക്ടിങ്, മാനിപ്പുലേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് ഡേറ്റാബേസ്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ ടേംസും, അതായത് പ്രോസസ് ഓഫ് ഡിഫൈനിങ് ദ ഡേറ്റാബേസ്. ഡിഫൈനിങ് ദ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ്, നമ്മൾക്ക് ഡേറ്റ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തൊക്കെ ഡേറ്റാസ് കളക്ട് ചെയ്യണം, അതിൻ്റെ എന്ത് ടൈപ്പാണ് അതിൻ്റെ ഡേറ്റാസ് വേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എത്രയാണ്, അതൊക്കെ ഡിഫൈൻ ചെയ്യേണ്ടതാണ്. അതൊക്കെ പറയുന്നതാണ് പ്രോസസ് ഓഫ് ഡിഫൈനിങ്. അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയെ ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്യുക. കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻ്റ് എന്നുള്ള ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഇത്ര കാര്യങ്ങളാണ് കളക്ട് ചെയ്യേണ്ടതെന്ന് ഡിഫൈൻ ചെയ്തു. then അതിനകത്തേക്ക് ഡേറ്റനെ പോപ്പുലേറ്റ് ചെയ്യുക. അതാണ് കൺസ്ട്രക്റ്റിംഗ്. ഡേറ്റാബേസ് കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ മാനിപ്പുലേറ്റ് ചെയ്യുക. മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസിലേക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. അതുപോലെ അല്ലെങ്കിൽ അതിനകത്തേക്ക് അപ്ഡേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ആ ഡേറ്റാബേസ് ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും എന്താണ്, മാനിപ്പുലേറ്റിംഗ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഷെയറിംഗ് ദ ഡേറ്റാബേസ്, അത് ഡേറ്റാബേസിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത് വി ക്യാൻ ഷെയർ ദ ഡേറ്റ ടു അതർ പ്ലാറ്റ്ഫോംസ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്ത് വേറെ അതിൽ നിന്ന് എന്തെങ്കിലും റിസൾട്ട് കിട്ടാനോ എന്തിനു വേണമെങ്കിലും നമുക്ക് എന്താണ് ഷെയർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഡേറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കോളേജിന്റെ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ കോളേജിന്റെ ഫുൾ സ്റ്റുഡൻസിന്റെ ഡേറ്റ, ഫാക്കൽറ്റീസിന്റെ ഡേറ്റ, കോഴ്സസിന്റെ ഡേറ്റയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഒരു ഡേറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ആ ഡേറ്റ ആക്സസ് ചെയ്യുന്നത്? നമ്മൾ ആ ഡേറ്റാബേസ് ബാക്ക് എൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബാക്ക് എൻഡിൽ നമ്മൾ ഡേറ്റ യൂസ് ചെയ്യുകയല്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുക? ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യണത്, ആണല്ലോ. അപ്പൊ നമ്മുടെ കോളേജിന്റെ ഡേറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഓരോരുത്തരും ഇടി ലാബ് ഉണ്ട്, ഇടി ലാബ് എന്നുള്ള ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡിവൈസിൽ ആ ഒരു ആപ്പാണ് നമ്മൾ ഇന്റർഫേസ് ആയിട്ട് വെക്കുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് നമ്മുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും ഒക്കെ എൻ്റർ ചെയ്ത് അത് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ഇടി ലാബിൽ നിന്ന് ഇടി ലാബ് വഴി നമ്മൾ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റാബേസിലേക്ക് നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുക്കുക. ആ റിക്വസ്റ്റ് നമുക്ക് റെസ്പോൺസ് ആയിട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഓരോ യൂസറിനും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന നമ്മൾ ആ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുമ്പം അത് ആക്ച്വലി എന്താണ്, ഒരു അതിൻ്റെ ഇന്റേണലി അതൊരു റിക്വസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്വറി എന്നാണ് അതിന് പറയാ. ആ ക്വറി ആയിട്ടാണ് ആ ബാക്ക് എൻഡിലെ ഡേറ്റാബേസിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്തത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ ഡേറ്റാബേസിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ഇൻഫർമേഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന്റെ റെസ്പോൺസ് ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴി തന്നെ, ആ ഒരു ഇന്റർഫേസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അതിന്റെ റെസ്പോൺസും കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടെ കൂടുന്നതാണ്. അതായത് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നതും അതിന്റെ മേളിലുള്ള ഇന്റർഫേസസും അതുപോലെ തന്നെ യൂസറും അത്രയും കൂടുന്നതാണ് എന്തൊരു ഡേറ്റാബേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ഡേറ്റാബേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നു. അത് നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഒരു യൂസർ അതിനെ ആക്സസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കമ്പോണൻസ് കൂടുന്നതാണ് എന്ത്, ഒരു ഡേറ്റാബേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്, ഡേറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റ്. ഇപ്പൊ ഡേറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? യൂസേഴ്സ് ഉണ്ടാവും. യൂസേഴ്സിനെ നമുക്ക് പല തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ യൂസർ, ഒരു നോർമൽ യൂസർ എന്നുള്ള രീതിയിൽ ഈ ഒരു ഫിഗർ നോക്കാം. യൂസേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, എന്തെങ്കിലും ഒരു ആപ്പ് വഴി അല്ലെങ്കിൽ കൊറീസ്. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴാണ് കൊറീസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റാബേസിനെ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട്, അതായത് ആ ഒരു ഫിഗർ നോക്കിയാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഓർ ക്വറീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് സ്റ്റോർഡ് ഡേറ്റാബേസ് ആക്സസ് ചെയ്യണം. അപ്പൊ അതിന്റെ ഇടയിൽ നിൽക്കുന്ന സംഭവമാണ് എന്ത്? DBMS സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിനെ പ്രോസസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ സ്റ്റോർഡ് ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റേനെ ആക്സസ് ചെയ്യുന്നു. അപ്പൊ പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിനനുസരിച്ച് ആ ഒരു റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യുക. അപ്പൊ നമ്മൾ ജസ്റ്റ് ചിലപ്പം ചോദിക്കുന്നത് എന്തായിരിക്കും? സ്റ്റുഡന്റ് ഡേറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ ചോദിക്കുന്നത് എല്ലാ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ പ്രോഗ്രാം കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടും. ഇനി അതല്ല, എന്തെങ്കിലും പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് മെർജ് ചെയ്യുക അല്ലെങ്കിൽ പലതരം ഡേറ്റാസിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയെങ്കിൽ ആ റിക്വസ്റ്റ് അവിടെ പ്രോസസ്സ് ചെയ്ത് സ്റ്റോർഡ് ഡാറ്റാബേസിൽ നമുക്ക് റെസ്പോൺസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫിഗർ നോക്കി കഴിയുമ്പോൾ അതിനകത്ത് ഡാറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സും അല്ലെങ്കിൽ യൂസേഴ്സ് ഓർ പ്രോഗ്രാമേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് പറയാം. യൂസേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സ് അവര് ആ ഡാറ്റാബേസ് സിസ്റ്റം ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഓർ ക്വറീസ് യൂസ് ചെയ്തിട്ട് അതാണ് യൂസേഴ്സും സ്റ്റോർഡ് ഡാറ്റാബേസും തമ്മിലുള്ള ഇന്റർഫേസ്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് ആണ് DBMS സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുക? പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് എന്താണ്? ഡാറ്റാബേസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റാബേസിൽ നിന്ന് കറസ്പോണ്ടിങ് ഡാറ്റ പ്രോസസ്സ് ചെയ്ത് നമുക്ക് റെസ്പോൺസ് ആയിട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴി യൂസേഴ്സിന് കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, നമുക്ക് ഒരു ഡാറ്റാബേസ് എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് സ്റ്റോർഡ് ഡാറ്റാബേസും ഉണ്ട്, സ്റ്റോർഡ് ഡാറ്റാബേസ് ഡെഫിനിഷൻസും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ ഫിഗറിൽ 2 സിലിണ്ടർ ഷേപ്പ് കാണുന്നുണ്ട്. നോർമലി ഈ ഡാറ്റാബേസുകളെല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ ഷേപ്പ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഡാറ്റാബേസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റിൽ ഒറിജിനൽ ഡാറ്റ, സ്റ്റോർഡ് ഡാറ്റ, നമുക്ക് എന്താണ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത് അത് ഫുള്ളി അതിനകത്ത് കാണിക്കും. അതിന്റെ ഒപ്പം തന്നെ എപ്പോഴും എന്തുണ്ടാവും? ഒരു മെറ്റാ ഡാറ്റ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് ഡെഫിനിഷനും ഉണ്ടാവും. മെറ്റാ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ എബൌട്ട് ഡാറ്റയാണ്. ഡാറ്റ എബൌട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റയാണ് മെറ്റാ ഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു ഡാറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റിൽ ഒറിജിനൽ സ്റ്റോർഡ് ഡാറ്റാബേസ് ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഡാറ്റാബേസ് സിസ്റ്റത്തിൽ എന്തുണ്ടാവും? മെറ്റാ ഡാറ്റയും കൂടി കീപ്പ് ചെയ്യണ്ടാവും. അതിന്റെ ഒരു മെയിൻ ഫീച്ചർ ആണ്. അതായത് നമ്മുടെ ആ ഡാറ്റാബേസിൽ എന്ത് തരം ഡാറ്റയാണ് സ്റ്റോർ ചെയ്തേക്കണേ എന്നുള്ള ഇൻഫർമേഷനും കൂടി കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മെറ്റാ ഡാറ്റ മീൻസ് ഡാറ്റ എബൌട്ട് ഡാറ്റ. അപ്പോൾ നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ, ഇപ്പോൾ ഒരു കോളേജ് സ്റ്റുഡന്റ് ഡാറ്റാബേസ് എടുത്താൽ, ഒരു സ്റ്റുഡന്റ് ഡാറ്റാബേസിലുള്ള കംപ്ലീറ്റ് ഡാറ്റ സ്റ്റോർഡ് ഡാറ്റാബേസിൽ ഉണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ ആ ഒരു കംപ്ലീറ്റ് സ്റ്റുഡന്റ് ഡാറ്റാബേസിൽ ആ ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനെ കുറിച്ചുള്ള ഡാറ്റ എവിടെ ഉണ്ടാവും? മെറ്റാ ഡാറ്റ ആയിട്ടും കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ആ ഡാറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഫിഗർ ഒന്നും കൂടെ നോക്കുക. ഡാറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ DBMS സോഫ്റ്റ്വെയറും ഡാറ്റാബേസ് സ്റ്റോർഡ് ഡാറ്റാബേസും മെറ്റാ ഡാറ്റയും കൂടി കൂടുന്നതാണ് മൊത്തത്തിലുള്ള എൻവയോൺമെന്റിൽ വരുന്ന കമ്പോണൻസ്. അപ്പോൾ യൂസേഴ്സ് ഓർ പ്രോഗ്രാമേഴ്സ് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റോർഡ് ഡാറ്റാബേസിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാനുള്ളതാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് സ്റ്റോർഡ് ഡാറ്റയിൽ നിന്ന് ഡാറ്റ യൂസേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഡാറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റിന്റെ ബേസിക് ഡയഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ദിസ് ആൻ എക്സാമ്പിൾ ഫോർ സ്റ്റുഡന്റ് ഡാറ്റാബേസ്. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. അത് നമുക്ക് സ്റ്റോർഡ് ഡാറ്റാബേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സ്റ്റുഡന്റ് ഡാറ്റാബേസിന്റെ എക്സാമ്പിൾ. അപ്പൊ നമുക്ക് പല മോഡൽ സ്റ്റോർഡ് ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷണൽ മോഡൽ, അതായത് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ടേബിൾസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ ടേബിൾ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് സ്റ്റുഡന്റ് ഡാറ്റാബേസിൽ 3 ടേബിൾസ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റുഡന്റ് ഡാറ്റാബേസിലുള്ള 3 ടേബിൾസ് ആണ് കാണിച്ചിട്ടുള്ളത്. സ്റ്റുഡന്റ് ടേബിൾ, കോഴ്സ് ടേബിൾ, സെക്ഷൻ ടേബിൾ. അതായത് സ്റ്റുഡന്റ് ടേബിളിൽ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. കോഴ്സ് ടേബിളിൽ കോഴ്സ് ഇൻഫർമേഷൻസ്, ഏതൊക്കെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ സെക്ഷൻ ടേബിളിൽ എന്താണ്? ഓരോ കോഴ്സസും അത് ഏത് സെക്ഷനിലാണ്, അതിനകത്ത് എത്ര സെമസ്റ്റേഴ്സ് ഉണ്ട്, ഏത് ഇയറിലാണ്, അതിന്റെ ഇൻസ്ട്രക്ടേഴ്സ് ആരൊക്കെയാണ് എന്നുള്ള ഡേറ്റാസ് ആണ് തേർഡ് ടേബിളിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 3 ടേബിൾസും കൂടി കൂടുന്നതാണ് സ്റ്റുഡന്റ് എന്നുള്ള ഡാറ്റാബേസ്, അതായത് സ്റ്റുഡന്റിന്റെ ഡാറ്റാബേസ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു റിലേഷണൽ മോഡൽ വെച്ചിട്ട് ഡാറ്റ സ്റ്റോറേജ് കാണിച്ചിട്ടുള്ളതാണ്. ഓക്കെ,
അപ്പൊ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വെറുതെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് ഒരു സ്റ്റുഡന്റിന്റെ ഡാറ്റാബേസ് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വെക്കണേന്നുള്ളത്. അപ്പൊ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് റിലേഷണൽ മോഡലിൽ പഠിക്കാം. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഡാറ്റാബേസ് അപ്രോച്ച്. ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഇതിനകത്ത് മെയിൻലി 3 ടൈപ്പ് ഓഫ്, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റാബേസ് അപ്രോച്ച് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതിനകത്ത് 3 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ ഓഫ് എ ഡാറ്റാബേസ് സിസ്റ്റം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ എന്നുള്ളത്, അതൊന്നുകൂടെ പറയാം. സെക്കൻഡ് വൺ, ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാംസ് abstraction, and third one, support of multiple use of data. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എടുക്കുക, സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ ഓഫ് എ ഡാറ്റാബേസ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫിഗറിൽ പറഞ്ഞു എന്താണ്, നമ്മളൊരു ഡാറ്റാബേസ് സ്റ്റുഡന്റ്, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ സ്റ്റുഡന്റ് ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസ് ഉണ്ടാവും, അതിന്റെ ഒപ്പം തന്നെ എന്താണ് ഒരു മെറ്റാ ഡാറ്റയും കൂടെ കൂടി നമ്മൾ കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു ഈ ഒരു ഫിഗറിൽ വെച്ചിട്ട്. അപ്പൊ നമ്മളൊരു സ്റ്റുഡന്റ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഡാറ്റാസ് ആ ഡാറ്റാബേസിൽ ഉണ്ടാവും, അതിനൊപ്പം തന്നെ എന്താണ് ഈ ഡാറ്റാബേസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ മെറ്റാ ഡേറ്റ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊരു ഏത് ഡാറ്റാബേസ് എടുത്താലും അതിന്റെ സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ, ആ ഡാറ്റാബേസ് സിസ്റ്റത്തിന്റെ തന്നെ സെൽഫ് ഡിസ്ക്രിപ്ഷൻ ആ ഡാറ്റാബേസ് സിസ്റ്റത്തിൽ ഉണ്ടാവും. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ മെറ്റാ ഡേറ്റയും ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏത് ഡാറ്റാബേസ് സിസ്റ്റം എടുത്താലും അതിനൊരു സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ, അത് അതിന്റെ തന്നെ ഡിസ്ക്രിപ്ഷൻ അതിന്റെ ഡാറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റിൽ വച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അതായത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്നുള്ളൊരു ടേം. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. വാട്ട് യു മീൻ ബൈ അബ്സ്ട്രാക്ഷൻ? നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യാണ്. അതായത് എസെൻഷ്യൽ ഡീറ്റെയിൽസ് മാത്രം നമ്മൾ എക്സ്പോസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്യുന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പൊ ഇതിനകത്ത് ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാംസും ഡാറ്റയും നമ്മൾ ഇൻസുലേഷൻ നടത്തിയേക്കുവാണ്. അതായത് ആപ്ലിക്കേഷൻ യൂസേഴ്സ് എല്ലാ ഡാറ്റാസും ഒന്നും കാണുന്നില്ല. യൂസേഴ്സ് എന്താണ്, അവരവർക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രമാണ് കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതിന് ഇന്റേണൽ സ്റ്റോറേജിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ ഡാറ്റകളെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ളത്, അതിന്റെ മെറ്റാ ഡാറ്റയിൽ എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ളത് ഒരു നോർമൽ യൂസേഴ്സ് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം വെച്ച് യൂസ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ബോധേഡ് അല്ല. അതായത് അവിടെ എപ്പോഴും എന്താണ്, ഒരു ഇൻസുലേഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു ഇറ്റി ലാബ് എടുത്തു കഴിഞ്ഞാൽ ആ ഇറ്റി ലാബില് നമ്മൾ ലോഗിൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് ആക്സസ് ചെയ്യുന്നു. പക്ഷേ അതിന്റെ ഇന്റേണൽ സ്റ്റോറേജ് എങ്ങനെയാണ്, അതിന്റെ ഇൻഡെക്സിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ മെമ്മറി ഓർഗനൈസേഷൻസ് എങ്ങനെയാണെന്നുള്ളതൊന്നും നമ്മളത് അറിയില്ല. നമ്മൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം വെച്ചിട്ട് ആ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അത് അതിന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ യൂസറിന് കൊടുക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് അവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതൊരു നോർമൽ യൂസറിന് അത് ആക്സസിബിൾ അല്ല. അതാണ് സെക്കൻഡ് പോയിന്റ്, ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ. ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡാറ്റ. സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ സെയിം സ്റ്റോർഡ് ഡാറ്റാബേസ് ആയിരിക്കും, പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കോളേജ് ഡാറ്റാബേസ് എടുത്താൽ ആ കോളേജ് ഡാറ്റാബേസിൽ സെയിം ഡാറ്റകളാണ് ആ ഒരു സ്റ്റോർഡ് ഡാറ്റാബേസിൽ ഉള്ളത്. പക്ഷെ നമ്മൾ ആ ഇറ്റി ലാബ് എന്നുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ആക്സസ് ചെയ്യുമ്പം സ്റ്റുഡൻ്റ് എന്നുള്ള ആക്സസിൽ സ്റ്റുഡൻസിന് ആവശ്യമുള്ള ഡാറ്റ മാത്രമാണ് അവിടെ വ്യൂവിൽ വരുന്നുള്ളൂ. അതായത് അവർക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പം അവർക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. ആസ് എ ഫാക്കൽറ്റി ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഫാക്കൽറ്റിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതെല്ലാം വരുന്നത് എന്താണ്, സെയിം ഡാറ്റാബേസിൽ നിന്നാണ് അതെല്ലാം നമുക്ക് കിട്ടണത്. പക്ഷെ ഓരോരോ യൂസറിനും ഓരോരോ വ്യൂസ് ആയിരിക്കും കിട്ടണത്. വ്യൂ എന്ന് പറയുന്നത് എന്താ, ആ ഡാറ്റാബേസിൽ നിന്ന് ആ പെർട്ടിക്കുലർ യൂസറിന് കിട്ടേണ്ട ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം സ്റ്റുഡന്റിന് വേറൊരു വ്യൂ, പേരൻസിന് വേറെ വ്യൂ ആയിരിക്കും, ഫാക്കൽറ്റീസിന് വേറെ വ്യൂ ആയിരിക്കും. സ്റ്റുഡൻസിന് പറഞ്ഞ ബാക്കി ഫാക്കൽറ്റീസിന് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഡാറ്റാബേസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അവർക്ക് വേറെ വ്യൂ. ദെൻ ഫാക്കൽറ്റീസിന് എന്തായിരിക്കും, കുറച്ചും കൂടെ കൂടി ആക്സസിബിലിറ്റി ഉള്ള കാര്യങ്ങളായിരിക്കും ഫാക്കൽറ്റീസിനുള്ളത്. പേരൻസിനാവുമ്പോൾ പേരൻസിന് അവർക്ക് അവരുടെ ചൈൽഡിന്റെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള കാര്യങ്ങളായിരിക്കും അവർ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ മാനേജ്മെന്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് സൈഡിലുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും അതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാം ബാക്ക് എൻഡിൽ എന്താണ്, സെയിം ഡാറ്റാബേസ്, സെയിം ഡാറ്റ സ്റ്റോറേജ് ആണ്, പക്ഷെ അതിന് മൾട്ടിപ്പിൾ വ്യൂസ് നമുക്കൊരു DBMS സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് തേർഡ് പോയിന്റ്. അപ്പൊ ഇത്രയും
ആണ് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഫസ്റ്റ് വൺ സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ ഓഫ് ദ ഡേറ്റാബേസ്. അപ്പോൾ സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഓർക്കാം മെറ്റാ ഡേറ്റ എന്നുള്ളൊരു സംഭവം നമ്മുടെ ഡേറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റിൽ ഉണ്ടെന്നുള്ളത്. ആ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസും ഡേറ്റയും തമ്മിൽ ഇൻസുലേഷൻ നടത്തുക. ഇൻസുലേഷൻ മീൻസ് ഓരോന്നും എന്താണ് അബ്സ്ട്രാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ആൻഡ് തേർഡ് വൺ സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ദ ഡേറ്റ. അപ്പോൾ അതിനൊക്കെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. നമുക്കിപ്പോൾ ബാങ്കിങ് ഡേറ്റാബേസ് എടുത്താലും അറിയാം സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കസ്റ്റമേഴ്സിനും അവിടെയുള്ള ഒരു ബാങ്കിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സിനും ആ ബാങ്കിന്റെ മാനേജ്മെന്റിനും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനെല്ലാം സെയിം ഡേറ്റാബേസിൽ തന്നെ ആക്സസ് ചെയ്യണമെങ്കിലും അവർക്കെല്ലാം ഡിഫറെന്റ് വ്യൂസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് ഓരോന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ ഓഫ് ദ ഡാറ്റാബേസ്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മുടെ മെറ്റാ ഡാറ്റ എന്നുള്ള കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. മെറ്റാ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡേറ്റയെ കുറിച്ചുള്ള ഡേറ്റയാണ്. നമ്മൾ എന്ത് ഡേറ്റയാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ഡേറ്റയാണ് നമ്മൾ മെറ്റാ ഡേറ്റയിൽ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഡേറ്റ പോപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോപ്പുലേറ്റ് ചെയ്ത ഡേറ്റയുടെ ഡെഫിനിഷൻസ് എല്ലാം നമ്മൾ എവിടെ വെക്കും? മെറ്റാ ഡേറ്റയിൽ വെക്കും. അപ്പൊ ആ ഡേറ്റയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എന്തൊക്കെയാണ് അതിനകത്തുള്ള കൺസ്ട്രെയിൻസ്, അതെല്ലാം നമ്മൾ മെറ്റാ ഡേറ്റയിലായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് അതിന്റെ സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഇൻസുലേഷൻ. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് യൂസ് ചെയ്യുന്ന ഇന്റർഫേസ് അതിന്റെ ഡേറ്റാസ് നമ്മൾ ഐസൊലേറ്റഡ് ആണ് അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റും. അതായത് ഹൈഡ് ചെയ്തിരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ. അതാണ് ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ. ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡേറ്റ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓരോ യൂസറിനും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, ഒരു ഡേറ്റാബേസ് നമ്മൾ ഡിസൈൻ ചെയ്ത് പോപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിഫറെന്റ് യൂസേഴ്സ് ഉണ്ട്, വെറൈറ്റി ഓഫ് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ യൂസറിനും ഓരോ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഓരോ വ്യൂ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡേറ്റാബേസ് എല്ലാവർക്കും കൊടുക്കുമല്ല. ആ ഡേറ്റാബേസിന്റെ ഓരോ സബ്സെറ്റുകളാണ് ഓരോരോ വ്യൂസിനും ഓരോരോ യൂസറിനും ഒരു വ്യൂ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അതാണ് സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡേറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു എയർലൈൻ റിസർവേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ടിക്കറ്റ് റെയിൽവേ റിസർവേഷൻ സിസ്റ്റം എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് അതിന്റെ ഡേറ്റാബേസിൽ ഡിഫറെന്റ് ട്രെയിനിന്റെ നമ്പേഴ്സും അതിനകത്ത് എത്ര സീറ്റ് അവൈലബിൾ ആണ്, അതിന്റെ സോഴ്സ്, ഡെസ്റ്റിനേഷൻ ഡീറ്റെയിൽസ്, ഇതെല്ലാം കുറെ നമ്പർ ഓഫ് ഡേറ്റാസ് ആ ഒരു റിസർവേഷൻ സിസ്റ്റത്തിൽ അതിന്റെ ബാക്കെൻഡിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഷെയറിംഗ് ഓഫ് ഡേറ്റ, ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ യൂസർ അല്ല അവിടെ യൂസ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം ടൈമിലും യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ റിസർവേഷൻ സിസ്റ്റംസ് എല്ലാം എന്താണ്, മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം ടൈമിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രോസസ്സാണ് എന്ത്, കൺകറന്റ് പ്രോസസ് എന്ന് പറയും, അല്ലെങ്കിൽ കൺകറൻസി കൺട്രോൾ. അല്ലെങ്കിൽ കൺകറന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ, സെയിം ടൈമിൽ സെയിം ഡേറ്റാബേസിന് മൾട്ടിപ്പിൾ യൂസേഴ്സ് ആക്സസ് ചെയ്യുന്നതാണ് കൺകറന്റ് ആക്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ കൺകറന്റ് ആക്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, പ്രോപ്പർലി മാനേജ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ ഒരു റിസർവേഷൻ സിസ്റ്റം എടുത്താൽ ആ സെയിം റിസർവേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു റെയിൽവേ റിസർവേഷൻ സിസ്റ്റം എടുത്താൽ ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള നമ്പർ ഓഫ് അവൈലബിൾ ടിക്കറ്റ്സ് അത് പ്രോപ്പർലി മാനേജർ അല്ല എന്നുണ്ടെങ്കിൽ സെയിം ടൈമിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് ലോഗിൻ ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ എന്ത് വരും, അവിടെ ഇൻകറക്റ്റ് ഡേറ്റ ഓരോ യൂസറിനും കിട്ടും. അപ്പൊ അത് പ്രോപ്പർലി മാനേജ് ചെയ്തില്ല അല്ലെങ്കിൽ അത് കൺകറൻസി കൺട്രോൾ സോഫ്റ്റ്വെയർ എഫിഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ കൺട്രോൾഡ് മാനറിൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ യൂസറിനും കിട്ടുന്ന അപ്ഡേഷൻസ് എന്തായിരിക്കും, ഇൻകറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഷെയറിംഗ് ഓഫ് ഡേറ്റ ആൻഡ് മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗിൽ വരാവുന്ന ഒരു പ്രോബ്ലം ആണ് എന്ത്, കൺകറൻസി കൺട്രോൾ പ്രോബ്ലം. അല്ലെങ്കിൽ കൺകറൻസി കൺട്രോൾ എഫിഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ വരാവുന്ന ഒരു പ്രോബ്ലം ആണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് ഓരോ യൂസറിനും കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്തായിരിക്കും, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടൂല. അപ്പോൾ ഇതിനകത്ത് ട്രാൻസാക്ഷൻ, നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഒരു ഡാറ്റാബേസിലുള്ള എന്ത് മോഡിഫിക്കേഷൻസ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്ത് ആക്സസിബിലിറ്റി ചെയ്യുന്നതും ഒരു ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ട്രാൻസാക്ഷൻ എന്നുള്ള ഒരു ടേമിന് കുറേ മീനിങ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ലൈബ്രറി ചെന്ന് ബുക്ക് എടുക്കുവാണ്. അപ്പോൾ അത് ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ലൈബ്രറി ഡാറ്റാബേസിലുള്ള ഒരു ട്രാൻസാക്ഷനാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ്, 2 അക്കൗണ്ട് തമ്മിലുള്ള ഫണ്ട് ട്രാൻസ്ഫറിങ് ഒരു ട്രാൻസാക്ഷൻ. അതാണ് നമ്മൾ മെയിൻലി ട്രാൻസാക്ഷൻ ഒരു എക്സാമ്പിൾ പറയുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. നമ്മളിപ്പോൾ ഗൂഗിൾ പേയിൽ നിന്ന് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് ട്രാൻസാക്ഷൻ എന്നുള്ളൊരു എക്സാമ്പിൾ പറയാം. അതല്ല, ബേസിക്കലി ട്രാൻസാക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡാറ്റാബേസിൽ എന്ത് മോഡിഫിക്കേഷൻസ് വന്നാലും അല്ലെങ്കിൽ എന്ത് റിക്വസ്റ്റ് റെസ്പോൺസ് വന്നാലും അതെന്താണ്, ഒരു ട്രാൻസാക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ട്രാൻസാക്ഷൻ, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ട്രാൻസാക്ഷൻസ് പോസിബിൾ ആണല്ലോ. ഡാറ്റാബേസിലുള്ള ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് റിട്രീവ് ചെയ്യാം. ഈ എല്ലാ ഓപ്പറേഷൻസും നമുക്ക് എന്താണ്, ഒരു ട്രാൻസാക്ഷൻസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിനകത്ത് വരേണ്ട ട്രാൻസാക്ഷൻസ് പ്രോപ്പർട്ടീസിൽ വരുന്നതാണ് ഐസൊലേഷൻ പ്രോപ്പർട്ടിയും അറ്റോമിസിറ്റി പ്രോപ്പർട്ടിയും. ഐസൊലേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, each transaction appears to execute in isolation from other transactions even though hundreds of transactions may be executed concurrently. അതായത് ഐസൊലേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സെയിം ഡാറ്റാബേസ് മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോരുത്തർ യൂസ് ചെയ്യുമ്പോഴും അതെന്താണ്, ഓരോരുത്തരുടെ വിചാരം എന്താണ്, അവർ ഐസൊലേറ്റഡ് ആണെന്നാണ്. അപ്പോൾ ഒരു ടിക്കറ്റ് റിസർവേഷൻ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എയർലൈൻ റിസർവേഷൻ സിസ്റ്റം അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം ഡാറ്റാബേസ്, ആ സെയിം റിസർവേഷൻ സിസ്റ്റം അറ്റ് എ ടൈം മൾട്ടിപ്പിൾ യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഓരോരുത്തരും എന്താണ്, ഐസൊലേറ്റഡ്. ഒരാൾ മറ്റേയാളുടെ ഓപ്പറേഷൻസ് അറിയണില്ല. ഓരോരുത്തരും ഇൻഡിപെൻഡന്റ്ലി നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ കൺകറന്റ് എക്സിക്യൂഷൻ നടക്കുമ്പോൾ അത് പ്രോപ്പർലി മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഓപ്പറേഷൻസ് എല്ലാം എന്തായിരിക്കും, ഇൻകറക്റ്റ് ആയിട്ട് വരും. അപ്പൊ അതിനകത്ത് നമുക്ക് കൺകറന്റ് എക്സിക്യൂഷൻ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഐസൊലേഷൻ പ്രോപ്പർട്ടി. ഓരോരോ ട്രാൻസാക്ഷൻസും ഐസൊലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഐസൊലേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ കൺകറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോരോ ട്രാൻസാക്ഷൻസും ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളൊരു അത് എൻഷുർ ചെയ്യണം. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി, ഐസൊലേഷൻ പ്രോപ്പർട്ടി. സെക്കൻഡ് വൺ അറ്റോമിസിറ്റി പ്രോപ്പർട്ടിയാണ്. അറ്റോമിസിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ്, അക്കൗണ്ട് എയിൽ നിന്ന് അക്കൗണ്ട് ബിയിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റോമിസിറ്റി പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ അറ്റോമിക് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, നമ്മൾ അക്കൗണ്ട് എയിൽ നിന്ന് 50 രൂപ നമ്മൾ മറ്റേ അക്കൗണ്ട് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് എയിൽ നിന്ന് 50 രൂപ കുറയുകയും വേണം, അക്കൗണ്ട് ബിയിൽ 50 രൂപ കൂടുകയും ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ ട്രാൻസാക്ഷൻസ് എന്താന്ന് പറയാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് അത് ആ ട്രാൻസാക്ഷൻ അറ്റോമിക് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അതായത് അക്കൗണ്ട് എയിൽ നിന്നുള്ള അക്കൗണ്ട് എയുടെ ഫണ്ടിൽ നിന്ന് 50 രൂപ ഡെബിറ്റ് ആവുകയും ചെയ്തു, അക്കൗണ്ട് ബിയിൽ അത് ക്രെഡിറ്റ് ആവുകയും ചെയ്തു. അപ്പൊ അതെന്താണ്, കംപ്ലീറ്റ് ആയി. അതല്ല, അക്കൗണ്ട് എയിൽ നിന്ന് 50 രൂപ കുറഞ്ഞു, ഡെബിറ്റ് ആയി, പക്ഷേ അക്കൗണ്ട് ബിയിലേക്ക് അത് ക്രെഡിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ട്രാൻസാക്ഷൻ ഇൻകംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് അറ്റോമിസിറ്റി അല്ല, അറ്റോമിക് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു ഡാറ്റാബേസ് എടുത്താൽ അതിനകത്തുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം എന്തായിരിക്കണം, അറ്റോമിക് ആയിരിക്കണം. എന്നാലാണ് ആ ഒരു കൺകറൻസി കൺട്രോൾ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് അറ്റോമിസിറ്റി പ്രോപ്പർട്ടി മീൻസ് the database, either all the database operations in a transactions are executed or none. ഒന്നുകിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും എക്സിക്യൂട്ട് ചെയ്യരുത്. ഓക്കെ, അതായത് അക്കൗണ്ട് എയിൽ നിന്നുമുള്ളത് എക്സിക്യൂട്ട് ചെയ്യരുത്, അക്കൗണ്ട് ബിയിലേക്ക് ക്രെഡിറ്റ് ആവാനും പാടില്ല. എങ്ങനെയായിരിക്കണം, ഇതിൽ നിന്ന് ഫസ്റ്റ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുകയും ചെയ്യണം, സെക്കൻഡ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവുകയും ചെയ്താലാണ് അത് കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് നമുക്ക് എന്താണ്, ഒരു ഡാറ്റാബേസ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ചെയ്യേണ്ട കുറെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കുറെ പ്രോബ്ലംസ് ആണ് പറയുന്നത്. കൺകറന്റ് ആക്സസ് പ്രോബ്ലംസ്, കൺകറന്റ് എക്സിക്യൂഷനിൽ വരുന്ന കുറെ പ്രോപ്പർട്ടീസ് ആണ് ഐസൊലേഷൻ പ്രോപ്പർട്ടി, അറ്റോമിസിറ്റി പ്രോപ്പർട്ടീസ്, ഇങ്ങനെയുള്ള കുറെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് എടുക്കട്ടെ.